നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും മുൻപിൽ നിൽക്കുമായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല ബൂർഷ്വാ ഭരണമാണ് നടക്കുന്നത് എന്നും കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ 800 കോടിയുടെ അധിക നികുതിയാണ് പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചത് എന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം വില വർദ്ധിപ്പിച്ചുവെന്നും സപ്ലൈകോയുടെ പല ഔട്ട്ലെറ്റുകളും കിടക്കുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം ആദ്യമായി മുടങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായതും ക്ഷേമ പെൻഷൻ കിട്ടാനില്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഇത്തരം വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടതായിരുന്നുവെന്നും ചെന്നിത്തല പറയുന്നുണ്ട്. ആക്കുക തന്നെ വേണം. കേന്ദ്രത്തിൽ മോദിയെയും കേരളത്തിൽ പിണറായിയെയും ജനങ്ങൾ മടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ വിഭാഗീയമായി കാണാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിൻ്റെ ദുരിതങ്ങളാണ് നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഈ മോദി എന്തുകൊണ്ട് തയ്യാറായില്ല എന്നും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും കല്യാണത്തിനുമൊക്കെ സമയം കണ്ടെത്തിയ മോദിക്ക് മണിപ്പൂരിലെത്താൻ കഴിഞ്ഞില്ല എന്നുമൊക്കെ ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നുണ്ട്. മണിപ്പൂർ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി മാത്രമാണ് അവിടെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതെന്നും മോദി അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മോദിയുടെ ആഗ്രഹത്തിന് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ CPM-ഉം ഒപ്പം തന്നെ BJP-യും എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റിൽ CPM-ന് BJP വോട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14% വോട്ടുണ്ടായിരുന്ന BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 4% വോട്ട്. ആ 4% വോട്ട് കുറഞ്ഞത് 10% മാറുകയും BJP CPM അന്തർധാര അത്രത്തോളം സജീവമാണ് എന്നുമാണ് ചെന്നിത്തലയുടെ ആരോപണം. ചെന്നിത്തല പറയുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് V.S. അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന ഒരു കാലത്തിലായിരുന്നുവെങ്കിൽ ഈ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട 800 കോടിയുടെ അധിക നികുതിയും മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വിലവർധനവും സപ്ലൈകോയുടെ പല ഔട്ട്ലെറ്റുകളും പൂട്ടിക്കിടക്കുന്ന സാഹചര്യവും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും ക്ഷേമ പെൻഷൻ അടക്കം കിട്ടാനില്ലാത്ത സാഹചര്യവും സാമ്പത്തിക പ്രതിസന്ധി കാരണം മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടായതിനെതിരെ ആദ്യം ചിലപ്പോൾ വാളെടുക്കുന്നതും പ്രതികരിക്കുന്നതും V.S. അച്യുതാനന്ദനായനെ. കാരണം പിണറായിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ V.S. അച്യുതാനന്ദനോളം ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കോ V.D. സതീശനോ കഴിയാത്തതാണ്. അത് വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുന്നത് V.S. അച്യുതാനന്ദന് മാത്രമായിരുന്നു. V.S. അച്യുതാനന്ദൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളുകയും അദ്ദേഹം പറയുന്ന പ്രതികരണങ്ങളെ, പ്രതിഷേധങ്ങളെ അതിനൊരു പ്രതികരണം പോലും നൽകാതെ മൗനമായിരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനെ ഈ കേരള സമൂഹം പലവട്ടം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ V.S. അച്യുതാനന്ദൻ്റെ ചാട്ടുളി പോലുള്ള പ്രയോഗങ്ങൾ പിണറായി വിജയനെ പലപ്പോഴും തലകുനിച്ചിരിപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത് V.S. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ V.S. അച്യുതാനന്ദന് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും മുൻപിൽ നിൽക്കുമായിരുന്നത് V.S. അച്യുതാനന്ദനാണ് എന്നുള്ളത്. അത് വസ്തുതയാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് വസ്തുതയാണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ വിലക്കയറ്റവും ക്ഷേമ പെൻഷനില്ലായ്മയും ശമ്പളം മുടങ്ങുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതിനൊന്നും പ്രതികരിക്കാൻ കഴിയാതെ പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ഇവിടെ ജനങ്ങൾ പ്രതിപക്ഷത്തെങ്കിലും കൊണ്ടിരുത്തിയിരിക്കുന്നത്? അതിന് സമാധാനം പറയുവാനുള്ള ഒരു ധാർമ്മികത രമേശ് ചെന്നിത്തലയ്ക്കില്ലേ? V.S. അച്യുതാനന്ദനെ കൂട്ടുപിടിക്കുന്നതിന് പകരം സ്വന്തം വ്യക്തിത്വത്തോടുകൂടി സ്വന്തം പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞ് നട്ടലോടുകൂടി V.S. അച്യുതാനന്ദൻ പറയുന്നതിനേക്കാൾ ഒരുപടി മുൻപിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് സംസാരിക്കുവാൻ രമേശ് ചെന്നിത്തലയ്ക്കോ V.D. സതീശനോ കഴിയുന്നില്ല എന്ന് ചിന്തിക്കേണ്ടതല്ലേ? V.S. അച്യുതാനന്ദൻ സംസാരിച്ചിരുന്നുവെങ്കിൽ ശരിയാണ്, പിണറായി വിജയൻ അനക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലയോ K. സുധാകരനോ V.D. സതീശനോ ഇതിന് K.C. വേണുഗോപാൽ പോലും ഒരു വാക്ക് പിണറായി വിജയനെതിരായി മിണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് V.S. അച്യുതാനന്ദനെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തല. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിവില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിവില്ല, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിന് കഴിവില്ല. അതുകൊണ്ട് V.S. അച്യുതാനന്ദനൊന്നും സംസാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി ചാട്ടുളി പോലുള്ള അദ്ദേഹത്തെ പ്രസംഗത്തിലൂടെ പിണറായി വിജയനെ നിലയ്ക്ക് നിർത്തിയനെ എന്നുള്ള വാദഗതികൾ രമേശ് ചെന്നിത്തല കരഞ്ഞു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. V.S. അച്യുതാനന്ദനെ പോലെ ആള് അവരുടെ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുമായിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള സങ്കടകരമായ അവസ്ഥ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ രമേശ് ചെന്നിത്തല. കഷ്ടമാണ് കോൺഗ്രസിൻ്റെയും V.D. സതീശൻ്റെയും ഈ രമേശ് ചെന്നിത്തലയുടെയും എന്തിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെയും ഗതികേട് ഇതാണ് എന്ന് പറയേണ്ടി വരുന്നു. V.S. അച്യുതാനന്ദനെ വിളിച്ച് വാവിട്ട് കരയുന്ന രമേശ് ചെന്നിത്തല ഒരു തരത്തിലും പിണറായിക്കെതിരെ പ്രതിഷേധിക്കാൻ കഴിയാതെ, പ്രതികരിക്കാൻ കഴിയാതെ വാമൂടിക്കെട്ടി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആയിപ്പോകുന്ന കോൺഗ്രസും
കോൺഗ്രസിനെ നയിക്കുന്ന കുറേ നേതാക്കന്മാരും നട്ടലില്ലാത്ത ഈ നേതാക്കന്മാർ കരഞ്ഞു കാല് പിടിക്കാൻ ശ്രമിക്കുന്നത് വി എസ് അച്യുതാനന്ദനെയാണ്. വാവിട്ട് നിലവിളിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് സംസാരിച്ചെങ്കിലെന്ന്. എന്തൊരു ഗതികേടാണ് ഈ കോൺഗ്രസിൻ്റേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.